ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിംല അൻജസ് വ്ലോഗ്. വെൽക്കം ടു മൈ കിച്ചൺ. അപ്പം ഒരു മണിയല്ല 1:30 പാചക വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. എല്ലാവരും ചോറൊക്കെ കഴിച്ച് തീരാറായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ബട്ട് ഞാനിവിടെ കപ്പ അരിയാൻ പോകുന്നതേ ഉള്ളൂ. മീൻ അവിടെ കവറിലിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, കുറേ നാളുകളായിട്ട് ഇങ്ങനെയൊക്കെയാണ്. അതായത് 3:30 ആവും നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നേരത്തെയൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാവിലെ ഇങ്ങനെ കുറേ ജോലി ഒതുക്കി വെക്കും. എന്നിട്ട് ഇക്ക വരുമ്പോഴായിരിക്കും മീനൊക്കെ കൊണ്ടുവരാം. അപ്പോൾ പിന്നെ ആ സമയത്ത് വീണ്ടും വേവിക്കണം. അപ്പോൾ എപ്പോഴും അടുക്കള തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ പിള്ളേരും ഇക്കായൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എടുക്കലും നമ്മുടെ ബിസിനസ്സിൻ്റെ പരിപാടികളും പാഴ്സൽ പാക്കിങ്ങും മെസ്സേജിന് റിപ്ലൈയും ഇതൊക്കെ ആ സമയത്ത് രാവിലെ തന്നെ അങ്ങ് കൊടുത്തിട്ട് പിന്നെ ഇക്ക സാധനങ്ങൾ കൊണ്ടുവരണ സമയത്ത് മീനൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്നിച്ചിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കിഴങ്ങരിഞ്ഞോണ്ടിരിക്കുവാണേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഞാനിവിടെ കിഴങ്ങരിയുകയാണ്. നമ്മളിവിടെ അങ്ങനെ കേട്ടാ പറയുന്നത് കിഴങ്ങെന്ന്. അതൊരു എന്താ പറയുക, ആൾക്കാരെ കളിയാക്കി യൂസ് ചെയ്യുന്ന വേർഡും കൂടിയാണ്. നോ, കപ്പ അങ്ങനെ പറയാം. ഓക്കെ, കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോറ് ഓൾറെഡി ഞാൻ രാവിലെ വെക്കും കേട്ടോ. അതായത് പിള്ളേർക്ക് പോകേണ്ട ദിവസങ്ങളിൽ രാവിലെ എന്തായാലും അവർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് സെറ്റാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോറ് വയ്ക്കും. എന്നിട്ട് ഞാൻ എൻ്റെ പരിപാടികൾക്ക് പോകും. ഒരു 9 മണി തൊട്ട് എൻ്റെ ടൈമാണ് കേട്ടോ. മെസ്സേജ്, റിപ്ലൈസ്, പിന്നെ വീഡിയോ. പ്രധാനമായിട്ടും ഇവിടെ പിള്ളേഴ്സൊക്കെ ഇല്ലെങ്കിലാണ് എനിക്ക് വീഡിയോസ് എടുക്കാനും വോയിസ് ഓവർ കൊടുക്കലും ഒക്കെ നടക്കുക. ഇല്ലാന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ 50 വട്ടം വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം, റൈഹാനെ അന്നമ്മേ മിണ്ടാതിരിക്കുമോ എത്ര പറഞ്ഞാലും അവർ വീണ്ടും ബഹളം വയ്ക്കും. എൻ്റെ തൊണ്ട പോകുന്ന തന്നെ മിച്ചം. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കാം. 3:30 മതിയല്ലോ ഫുഡ്. ഇതിൻ്റെ ഇടയിൽ വിശക്കൂലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് നല്ല രീതിക്ക് വിശക്കും. അപ്പം ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കും കേട്ടോ. കുറേശ്ശെയായിട്ട്. എനിക്ക് വോമിറ്റിംഗ് പ്രോബ്ലം ഉണ്ട്, വിശക്കാൻ പറ്റില്ല. വിശന്ന് കഴിഞ്ഞാൽ ഛർദ്ദിച്ച് മരിക്കും ഞാൻ. അതുകൊണ്ട് എൻ്റെ വയറിന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. അതുകൊണ്ട് അത് മനസ്സിലാക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഓക്കെ, അതാണ് ഇപ്പോൾ സംഭവം. അപ്പം ഇന്ന് നമ്മളിവിടെ എന്ത് ചാള, അയ്യോ പേര് മറന്നുപോയി ഗൈസ്. മീൻ്റെ ചാള മീനില്ലേ, ചാള മത്തി, അതിൻ്റെ കൂട്ടത്തിൽ വർഗ്ഗത്തിൽ പെടുന്ന വേറൊരെണ്ണം, ഒരുപാട് മുള്ളുള്ള മീൻ മറന്നുപോയി. കീരിച്ചാള, അതെ, ആ സംഭവമാണ് കിട്ടിയേക്കുന്നത്. അതവിടെ കവറ് ഓപ്പൺ ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിനെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യണം. കുറേ ജോലിയുണ്ട്. ഒരു 2 മണിക്കൂർ കൂടുതലും അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്ത കേസാണ്. പക്ഷേ എൻ്റെ വിഷയം അനുസരിച്ച് ഞാൻ ഇച്ചിരി സ്ലോ ആയിട്ടാണ് അപ്പോൾ ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല തലവേദന ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് മന്ദഗതിയായതാണ് എന്നുമല്ല. തലവേദന വെച്ച് എനിക്കൊന്ന് കൂടുതലും ഞാൻ ഇപ്പോൾ ഫോൺ എഡിറ്റ് ചെയ്യാനും മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഫോൺ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി കിടക്കുന്നത് നല്ല ലേറ്റായിട്ടാണ്. രാവിലെ 6 മണിക്ക് മുന്നേ നമുക്ക് എഴുന്നേൽക്കുകയും വേണം. ഒരു 5:30 ടൈമിനൊക്കെ നമ്മൾ എഴുന്നേൽക്കും. അതൊക്കെ ആവുമ്പോൾ പ്രശ്നമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇച്ചിരി ഒരു 6 മണിയായിട്ടൊക്കെ എഴുന്നേൽക്കാമെന്ന് വിചാരിക്കും കേട്ടോ. കാരണം അത്രയും കൂടെ ഉറക്കം കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ യോഗ നമ്മുടെ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഒരു 5:15 നമ്മൾ എഴുന്നേൽക്കണം. അപ്പം ഞാൻ ഇച്ചിരിയും കൂടെ സമയമെടുത്തു എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഈ പൈപ്പ് കംപ്ലൈൻ്റ് ആയി. അതായത് ഇവിടെ നിന്ന് ഊരിപ്പോരുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരുന്നു. പക്ഷേ ഇതിപ്പം ഫിക്സ് ചെയ്ത കണക്ക് തന്നെ അനക്കാൻ പറ്റൂല. ഇവിടെ നിന്ന് ഇളകി വരും. അതായത് വെള്ളം ഭയങ്കരമായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഈ സാധനം ഇങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സൊക്കെ മാറ്റണമെന്ന് ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടാ ഗൈസ്, ചതിച്ചതാ, ഫ്ലിപ്കാർട്ട് വിളിച്ചതാന്നൊക്കെ. പ്രസ്റ്റീജിൻ്റെ ആണ് സംഭവം. പക്ഷേ എന്തോ അറിയാൻ വയ്യ, കണക്ഷൻ ശരിയായില്ല എന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ കപ്പ കഴുകി എടുക്കാം.
ഇന്നത്തെ ചോറ് കുറച്ചൊന്ന് വെന്ത് പോയി ഗൈസ്. ഇവിടുത്തെ ചോറ് ഓൾറെഡി വെന്തതാണ്. എനിക്കാണെങ്കിൽ വേഗാത്ത ചോറ് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ലപോലെ ചോറ് വേവണം. ഇന്ന് എക്സ്ട്രാ വെന്ത് പോയി. എന്താണെന്ന് വെച്ചാൽ ഈ ചോറ് ഞാൻ വേവിക്കാൻ റൈസ് കുക്കറിൽ വെച്ചിട്ട് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് സംഭവം വെന്ത് പോയി. സംഭവിച്ചു പോയി ഗൈസ്. എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും കഴിക്കാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കേൾക്കും. അത് നമ്മൾ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങണം. നമ്മുടെ മിസ്റ്റേക്ക് ആണല്ലോ. അപ്പം നമ്മളത് ഏറ്റുവാങ്ങാം. അവിടെ ഇരിക്കട്ടെ. ഞാൻ വിചാരിച്ചു ഇന്ന് കഞ്ഞിയും ചോറ് വെന്ത് പോയതുകൊണ്ട് നമുക്കതിനെ കഞ്ഞിയാക്കിയിട്ട് കപ്പയും കറി വെച്ച് മീൻ പൊരിച്ചൊക്കെ ആയിട്ട് സെറ്റാക്കാമെന്ന്. പക്ഷേ ഈ പറഞ്ഞു ചോറ് വേണം. ഓക്കെ, കഴിക്കട്ടെ. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പം നോമ്പാവാറായി. പിന്നെ കഞ്ഞി നമ്മൾ ഡെയിലി വയ്ക്കുന്നൊരു സംഭവമാണ്. എനിക്ക് കഞ്ഞി ഇഷ്ടമല്ല എന്നുള്ളതാണ് വാസ്തവകരമായ കാര്യം. എനിക്ക് കഞ്ഞി ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇഷ്ടമല്ല എന്ന് വെച്ചാൽ കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു ഉച്ചയ്ക്ക് വയറ് വയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോനെയും കഞ്ഞി കുടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. ഇച്ചിരി ഒരു കുത്തിപ്പോലൊക്കെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് കഞ്ഞിയൊക്കെ എപ്പോഴെങ്കിലും കുടിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാനും കഞ്ഞിയും തമ്മിലുള്ള ആ ഒരു ഇത് ഇങ്ങോട്ട് സെറ്റാവുന്നതല്ല. ഓക്കെ, ഇവിടെ കഥാപ്രസംഗം നടത്തിക്കൊണ്ട് തന്ന മീൻ കറി വെക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ മീൻ കട്ട് ചെയ്യട്ടെ. അതാണ് നെക്സ്റ്റ് ജോലി. ഈ മീനാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇതിനെ നമ്മൾ കീരിച്ചാള എന്ന് പറയും. മീനൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കുമല്ലോ. നമ്മുടെ ഈ സ്ഥലത്ത് ഇതാണ് പേര്. ഇതിൽ കുറേ മണൽ വാരിയിട്ടിട്ടുണ്ടായിരിക്കും. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന മീനെക്കാട്ടി കൂടുതൽ മണൽ ഇതിനുണ്ടാവും. അതിൻ്റെ ഗുഡൻസ് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാണാവോ ഇത്രയും മണൽ അവരിടുന്നേന്നു? എന്തെങ്കിലും കാരണം ഉണ്ടാവൂലേ? ഷടപടേ മീൻ കട്ട് ചെയ്യാം. കുറച്ച് കൂടുതൽ മീനൊക്കെ ഉണ്ട്. ഒരുപാട് ഇങ്ങനെ ചെതുമ്പലൊക്കെ ഉള്ള മീനാണെങ്കിൽ നമ്മൾ വെളിയിൽ സ്റ്റെപ്പിൽ പോയി ഇരുന്നൊക്കെ ചെയ്യൂല. കുറച്ച് കൊഞ്ചൊക്കെ കിട്ടുവാണെങ്കിൽ ഒത്തിരി നേരം നിൽക്കണ്ടേ, അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇരുന്നിട്ട് ചെയ്യും. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ പൊതുവേ ഇങ്ങനെ ഈ മീൻ ഇങ്ങനെ എന്താ പറയുക, ആ സാധനമില്ലേ ചെതുമ്പല്, ആ സാധനം ഉണ്ടാവാറില്ല. അപ്പം ഈസിയാണ് മീൻ കട്ട് ചെയ്യാൻ. അപ്പം ഈ മീനാണെങ്കിൽ എനിക്ക് കട്ട് ചെയ്യാൻ സന്തോഷമാണ്. പക്ഷേ മുള്ള് കാരണം പിള്ളേർക്ക് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമാണ്. എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് കിട്ടില്ലല്ലോ അല്ലേ? അപ്പം പിന്നെ നമ്മൾ സഹിക്കണം. അല്ലെങ്കിൽ പൊതുവെ ഇവിടുത്തെ പിള്ളേഴ്സ് മീൻ കൂട്ടാൻ ഭയങ്കര പാടാണ്. വറുവല്ല ചിക്കനൊക്കെ ആണെങ്കിൽ നമ്മൾ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. ചോറ് തിന്നോ എന്ന് പറയേണ്ട കാര്യം തന്നെയില്ല. പൊതുവെ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലേ. മീനും പച്ചക്കറിയൊക്കെ തിന്നാനായിരിക്കും ബുദ്ധിമുട്ട്. ചിക്കനൊക്കെ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകും. പക്ഷെ ഞാൻ നേരെ തിരിച്ചാട്ടോ. എനിക്ക് കുറച്ച് ചമ്മന്തിയും തൈരും മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് ഒരു വറ്റ് പോലും ബാക്കി വയ്ക്കാതെ കഴിക്കുമെന്ന് പറയത്തില്ലേ, അതുപോലെ ഫുഡ് കഴിക്കും. ചിക്കനും മീൻകറിയിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ എപ്പോഴും ഇക്കാലത്ത് ഹെൽപ്പ് വയ്ക്കുന്നൊരു സംഭവമാണ് ഈ തേങ്ങ പൊതിക്കൽ. എനിക്ക് മറ്റേ നമ്മളിവിടെ കൊടുവാളം നാട്ടാ പറയുന്നത്. ഞാൻ ഈ എടുത്ത് നമ്മളിവിടെ എന്ന് പറയുന്നത് വെച്ചാൽ പല സ്ഥലങ്ങളിലും പല പേരുകളായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. കത്താവെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കൊടുവാൾ വെച്ചിട്ടാണ് തെങ്ങ് പൊതിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ആ സംഭവം എനിക്ക് അറിഞ്ഞൂടാ. ഇന്നേ വരെ അത് എന്നെ കൊണ്ട് നടത്താത്തൊരു സംഭവമാണ്. കുറേ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ പാരയിൽ നമുക്ക് പറ്റുമല്ലോ. എന്നാലും ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അതൊരു സന്തോഷം. പൊതിച്ച് തന്നാൽ ഒരു സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ മറന്നുപോയി ഇതെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ തന്നെ ചെയ്തിട്ട് വരട്ടെ ഗൈസ്. അരപ്പിനുള്ളതെല്ലാം സെറ്റാക്കി മിക്സിയുടെ ജാറിലെടുത്തിട്ടപ്പോഴേക്കും കറണ്ട് പോച്ച്. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അല്ലാണ്ട് എന്ത് ചെയ്യാൻ? അതുപോലെ നമ്മൾ കിഴങ്ങിന് അരയ്ക്കാനുണ്ട്. കപ്പ കറണ്ട് വന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് പോയി അരച്ചെടുക്കട്ടെ.
മീൻകറിക്ക് ഒരുപാട് അരയ്ക്കണ്ട, കുറച്ച് അരച്ചാൽ മതി എന്ന് പറയൂട്ടാ. ഉമ്മച്ചിയൊക്കെ ഇത് ഇങ്ങനെയുള്ള മീനൊക്കെ അതുപോലെയാണ് വെക്കുന്നത്. പക്ഷെ ഇവിടെ ഏത് മീൻകറി ആയാലും അരയണം. അരച്ചില്ല എന്നുണ്ടെങ്കിൽ പറയും നീ മീൻകറിക്ക് അരച്ചില്ലേ എന്ന് ചോദിക്കും. എന്താ നമുക്ക് അരച്ച് സെറ്റാക്കി കൊടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാം. കറിയൊക്കെ കലക്കി റെഡിയാക്കി അടുപ്പത്ത് വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. കൂട്ടത്തിൽ 2 ഉണ്ടമുളകൊക്കെ എടുത്തിടാം കേട്ടോ. അത്യാവശ്യം നല്ല മണമുള്ള മുളകാണ്. പാലുമുളക് എന്നൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ പറയാം. അതായത് അത്യാവശ്യത്തിന് മണവും ആ ഒരു എന്താ പറയുക ടേസ്റ്റൊക്കെ ഉള്ളൊരു മുളക് കേട്ടോ. അതൊക്കെ 2 എണ്ണം കീറിയിട്ട് പെട്ടെന്ന് ഷടപടി ജോലി ഒതുക്കണം. കാരണം കുറച്ച് ലേറ്റായി വീഡിയോ എടുക്കലും അതുപോലെ പാചകവും എല്ലാം കൂടിയിട്ട് അത്യാവശ്യം ലേറ്റായിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് എല്ലാം നമ്മൾ ഷടപടയാക്കണം ഗൈസ്. അപ്പം മീൻകറി സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ മോരുകറിയും പിന്നെ എന്തെങ്കിലും ഒരു തോരൻ സെറ്റാക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്ന് സ്പീഡിൽ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തൈര് കറിയാണ് ഞാനിവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. മീൻകറിയും തൈര് കറിയും കപ്പയും ചോറും ഒക്കെ ആയിട്ട് ഒരു കോമ്പിനേഷൻ ആണല്ലോ. പക്ഷേ ഇതിൽ കപ്പ എനിക്ക് കഴിക്കാൻ പറ്റാത്ത സാധനമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ വോമിറ്റ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് കപ്പ വേണ്ട എന്ന് ഞാൻ വളരെ സങ്കടത്തോടു കൂടി പറയൂ കേട്ടോ. കപ്പ വേണ്ടാന്ന്. അടുത്തതായിട്ട് ആ തൈരിന് ഭയങ്കര പുളിപ്പുണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെയും കുറച്ചും കൂടി വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് നമ്മുടെ തൈര് കറിയുടെ സെറ്റായി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് പുരയിടം വരെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പപ്പയ്ക്ക എടുക്കാണ്ടായിരുന്നു കേട്ടോ. പപ്പയ്ക്ക ഞാൻ കുഞ്ഞതാന്ന് വിചാരിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ടായിരുന്നു, മധുരം ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് തോരൻ സെറ്റാക്കാം. അപ്പോഴേക്കും ഇവിടെ കപ്പ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. മീനും കൂടെ പൊരിച്ച് പിള്ളേർ വരുമ്പോൾ ചോറ് കഴിക്കട്ടെ ഗൈസ്. ഇന്ന് ഇത്രയൊക്കെ തന്നെയോ ഉണ്ടായിരുന്നു.